എവരിവൺ, നിങ്ങളുടെ അരുണിമ മിസ് ആണ്. എന്തൊക്കെയുണ്ട് വിശേഷം? മക്കളെ കണ്ടിട്ട് കുറച്ചധികം ദിവസമായി അല്ലേ? അപ്പോൾ 3ാം ക്ലാസ്സിലുള്ള നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ LP സെക്ഷനിലെ ഏറ്റവും മുതിർന്ന വിദ്യാർത്ഥികളാവാൻ വേണ്ടി പോവുകയാണ്. LP സെക്ഷനിലെ സീനിയേഴ്സ് എന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ നിങ്ങളെ കണ്ടായിരിക്കും ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും അല്ലേ, കുഞ്ഞു അനുജന്മാരും അനുജത്തികളും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 4ാം ക്ലാസ് ഒരല്പം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ കണ്ടിട്ടുണ്ടാവുക യൂട്യൂബിൽ മാത്രമാണല്ലോ. അപ്പോൾ 4ാം ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വലുതാവുകയാണ് അല്ലേ? അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമും കൂടെ വരുന്നുണ്ട്. ഏതാണ് ആ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് അറിയാമോ? LSS എക്സാം. അപ്പോൾ ഈ LSS എക്സാമിനും കൂടെ തയ്യാറെടുക്കേണ്ട ഒരു വർഷമാണ് 4ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പഠനമൊക്കെ ഒന്ന് ഗംഭീരമാക്കണ്ടേ? കുറച്ച് ദിവസം നമ്മളെ യൂട്യൂബിൽ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി പറ്റുമോ? 3ാം ക്ലാസ്സിൽ നിന്ന് തന്നെ മക്കളെല്ലാവരും നിരന്തരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു അല്ലേ, ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെ ക്ലാസ് ഉണ്ടാവോ, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവോ, ഞങ്ങൾക്ക് എക്സാമിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ തരാവോ എന്നൊക്കെ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാറില്ലായിരുന്നോ? അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ മക്കളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മൾക്ക് 4ാം ക്ലാസ്സിൽ നമ്മുടെ സ്വന്തം ഒരു ബാച്ച് ഉണ്ട്. പ്രാണ ബാച്ച് എന്നാണ് നമ്മുടെ ബാച്ചിൻ്റെ പേര്. ഓൾറെഡി മക്കളെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും മക്കൾക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ഡൗട്ടുണ്ട്, നമ്മൾ യൂട്യൂബിൽ നോക്കി മാത്രം പഠിച്ചാൽ പോരെ, എന്തിനാ മിസ് നമ്മളിങ്ങനെ ആപ്പിലൊക്കെ വരുന്നത്, അത് കുറച്ച് പൈസ ചിലവുള്ള കാര്യമല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് പോലും സംശയം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്മുടെ ആപ്പിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളത് കുറച്ച് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും യൂട്യൂബിൽ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ ഒരേ സമയം ലൈവിലുണ്ടാവും അല്ലേ? അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ്. എന്നാലും ചെറിയ പ്രായമാണ്, അവർക്കെല്ലാവർക്കും അവരുടേതായ കുട്ടി സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആപ്പിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എന്താണോ അവരുടെ സംശയം, അത് എത്ര കുഞ്ഞു സംശയം ആയിക്കോട്ടെ, അവർക്കത് കൃത്യമായിട്ട് ചോദിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനനുസരിച്ച് ടീച്ചേഴ്സ് കൃത്യമായിട്ട് ആ സംശയം വിലയിരുത്തുകയും അവർക്ക് വേണ്ട രീതിയിൽ അതിനുള്ള മറുപടികൾ നൽകുന്നതുമായിരിക്കും. മാത്രമല്ല, ചാപ്റ്റർ വൈസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പാരൻസിന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ നമുക്കുണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നമുക്കൊരു എക്സാം ഉണ്ടാവും. ആ എക്സാം എഴുതുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, എത്ര വീഡിയോസ് അവർ കണ്ട് തീർക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാരൻസിനും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഓരോ ചാപ്റ്റർ, അത് ഇംഗ്ലീഷെന്നോ മലയാളമെന്നോ ഏത് സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും എല്ലാ സബ്ജക്റ്റിൻ്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഒപ്പം പേൾ വീഡിയോസും നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് കൂടിയായിരിക്കും ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന മക്കളാണെങ്കിൽ കൂടെ നമ്മുടെ പ്രാണ ബാച്ചിനോടൊപ്പം ഒത്തുകൂടുക. നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. LP സ്കൂളിലെ അവസാനത്തെ വർഷം നമുക്ക് അടിച്ച് പൊളിക്കാം. കീപ് ലേണിംഗ്.